രാജ്യത്തെ 1000 കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വലിയ പ്രക്ഷോഭത്തിലേക്ക് കടക്കാനാണ് കർഷക സംഘടനകളുടെ തീരുമാനം. സംയുക്ത കിസാൻ മോർച്ച, AITUC, ഒപ്പം തന്നെ CITU അടക്കമുള്ള കർഷക സംഘടനകൾ ആരംഭിച്ച ജയിൽ ഭരോ മാർച്ചാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ജയിൽ നിറയ്ക്കൽ സമരം എന്നാണ് ഇതിന് പറയുന്നത്. അതായത് കൂടുതൽ ആളുകളെ, കർഷകരെയൊക്കെ എത്തിച്ചുകൊണ്ട് കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ, കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ഒരുമിച്ച് പോരാടുക എന്നതാണ് ഈ മാർച്ചിന്റെ ലക്ഷ്യം. വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ എത്തുന്നുണ്ട്. രാജ്യത്തെമ്പാടും 1000 കേന്ദ്രങ്ങൾ നടക്കിയവർ പ്രധാനപ്പെട്ട ആവശ്യം എന്നത് ഇന്ത്യ-US വ്യാപാര കരാറിൽ നിന്ന് എത്രയും വേഗം കേന്ദ്ര സർക്കാർ പിന്മാറുക, ലേബർ കോഡുകൾ പിൻവലിക്കുക, VBG രാംജി നിയമം അടക്കം വലിയ രീതിയിലുള്ള പ്രശ്നമാണ് കർഷകർക്കിടയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. അതിനെതിരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുക എന്നടക്കം പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലേക്കൊരു പ്രക്ഷോഭം അത് സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ SFIയുടെ നേതാവായിട്ടുള്ള ഐഷി ഘോഷ് കൂടി ഈ സമരത്തിന്റെ ഭാഗമാകുന്നുണ്ട്. ഹ്യൂജ് പ്രൊട്ടസ്റ്റ് laid down by the farmers here. What's So today on 10th August, there is a call of jail bharo for the entire nation by the farmers organization, trade union organization, the agricultural workers organization, and lakhs of people have come down on the streets to tell this government, Modi, RSS, that we are not going to back down. And we know at this moment the protest that happened in Jantar Mantar earlier of the student and youth, that has also given a lot of inspiration to people across the society that we need to fight for our rights, we need to improve our livelihoods, better condition in places where we are working. So we as student community are in solidarity with our farmers, workers who are taking up this fight. We are standing in solidarity with them that we are not going to bow down when the RSS BJP is trying to take away and strip off the democratic rights of the people. അതായത് ഒരിക്കലും പിന്നോട്ടില്ല, കർഷകരുടെ സമരത്തിൽ ഏതറ്റം വരെയും മുന്നോട്ട് പോകും എന്ന് പറയുകയാണ്. ഈ എന്തായാലും ഇതുപോലെയുള്ള കുറേയധികം പ്ലക്കാർഡുകളടക്കം നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. മസ്തൂർ ഏക്ത കമ്മിറ്റി ബെഡ്തി മഹൈസെ ജനത സരൂർ, അതായത് ജനങ്ങളെ പൂർണ്ണമായിട്ടും ദ്രോഹിക്കുന്ന നിലപാടുകൾ അത് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കർഷക ദ്രോഹം അത് നടക്കുന്നു, കർഷക ദ്രോഹമായ നടപടികളാണ് നിലവിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നടക്കം ചൂണ്ടിക്കാട്ടി രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കർഷകർ രാജ്യ തലസ്ഥാനത്തേക്ക് നേരിട്ടെത്തി പ്രതിഷേധിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഹരിയാനയിൽ, ഹിമാചൽ പ്രദേശ്, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ CITUയുടെ AITUCയുടെ ഭാരവാഹികളടക്കം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. 1000 കേന്ദ്രങ്ങൾ കർഷകർ മാത്രമല്ല, തൊഴിലാളികളും കർഷകരും ചേർന്നാണ് അണിനിരക്കുന്നത്. അത് ഇന്നത്തെ സമരത്തിൽ ജയിൽ നിറയ്ക്കൽ സമരം എന്നുള്ളത് പല സ്ഥലങ്ങളിലും വോളണ്ടിയർമാരുടെ ലിസ്റ്റ് എടുത്ത് തീരുമാനിച്ചതിന് ശേഷം, സാധാരണഗതിയിൽ വലിയ മൊബിലൈസേഷൻ ഉണ്ടാകുമ്പോൾ അവർ അറസ്റ്റ് വരിച്ചു, ഇനി നിങ്ങൾ പോയിക്കോളൂ എന്ന് ഉള്ള പ്രഖ്യാപനത്തിന് വഴങ്ങേണ്ട എന്നും, നിങ്ങളുടെ ജയിലിൽ എത്ര സ്ഥലമുണ്ട് എന്ന് പരിശോധിച്ചേ ഞങ്ങൾ പോകൂ, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങളെ റിമാൻഡ് ചെയ്യൂ എന്നുള്ള തരത്തിൽ ഉള്ള തയ്യാറെടുപ്പോടുകൂടിയാണ് ഇന്നത്തെ സമരം നടക്കുന്നത്. ഇത് തീർച്ചയായും സംയുക്ത കിസാൻ മോർച്ചയുടെ മീറ്റിംഗ് 28 ജൂലൈയിൽ നടന്നിട്ടുണ്ട്. 29 സംയുക്ത കിസാൻ മോർച്ചയുടെയും അതുപോലെ തന്നെ സെൻട്രൽ ട്രേഡ് യൂണിയനുകളുടെയും പ്ലാറ്റ്ഫോമിന്റെയും ജോയിന്റ് ആയിട്ടുള്ള കൺവെൻഷനും നടന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് പ്രഖ്യാപിച്ചത് സംയുക്ത കിസാൻ മോർച്ച സ്വതന്ത്രമായി അവരുടെ 5 വർഷം കഴിഞ്ഞ കരാറിലുള്ള വ്യവസ്ഥകൾ, മിനിമം സപ്പോർട്ട് പ്രൈസ് ഇല്ല, അതുപോലെ തന്നെ ലോൺ വേവർ ഇല്ല, വിദ്യുത് ശക്തി ബില്ല് പലതരത്തിൽ വീണ്ടും കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെല്ലാം എതിരായുള്ള വമ്പിച്ച പ്രക്ഷോഭം ഈ നവംബർ 26 മുതൽ നടക്കും. അത് ഇതേപോലെ തന്നെ അന്നത്തെ ഒരു കർഷക സമരത്തിന്റെ തന്നെ പോലെ ഉള്ളതായിരിക്കും. അതേപോലെ ട്രേഡ് യൂണിയനുകളും അതേ സമയത്തോട് അതിനോട് കോർഡിനേറ്റ് ചെയ്ത് മൾട്ടിപ്പിൾ ഡേ ആക്ഷൻ, അത് പുതിയ ഉരുത്തിരിഞ്ഞു വന്ന ജനങ്ങളുടെ പ്രക്ഷോഭത്തിന്റെ ഒരു സാഹചര്യത്തിൽ അത് അത് ദില്ലിയിലേക്കുള്ള ഒരു പാർലമെന്റ് വളയൽ സമരം, ഇവിടെ വന്ന് കുത്തിയിരിപ്പ് സമരമാകാം, അതുപോലെ തന്നെ പണിമുടക്ക് അതോടൊന്നിച്ച് നടക്കാം. അങ്ങനെയുള്ള വലിയ പ്രക്ഷോഭങ്ങളായിരിക്കും ഇനി വരാനുള്ള നാളുകളിൽ കാണുക. സംയുക്ത കിസാൻ മോർച്ചയുടെ ഒരു വലിയ കൺവെൻഷൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ദില്ലിയിൽ ചേർന്നിരുന്നു. അവർ അന്ന് എടുത്ത തീരുമാനമായിരുന്നു ഇപ്പോഴും കർഷക വിരുദ്ധ നയങ്ങൾ അത് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരുന്നത്. ആദ്യം ഈ കേന്ദ്ര സർക്കാർ മുട്ടുമടക്കിയത് അത് കർഷകർക്ക് മുന്നിലാണ്, കൃഷിക്കാർക്ക് മുന്നിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇനി ഒരിക്കലും
അതിൽ നിന്ന് പിന്മാറില്ല എന്ന് അടക്കം പറഞ്ഞുകൊണ്ട് കർഷകരെല്ലാം ഒരുമിച്ച് ഈ ജയിൽ ഭരോ മാർച്ചിന്റെ ഭാഗമായി നിൽക്കുകയാണ്. ഈ ജയിൽ ഭരോ മാർച്ച് എന്ന് പറയുമ്പോൾ ജയിൽ നിറയ്ക്കുക എന്നതാണ്. ഇവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോട്ടെ, പ്രതിഷേധിച്ചതിന്റെ പേരിൽ സ്വാഭാവികമായും അറസ്റ്റ് വരിക്കുവാൻ തയ്യാറാണ്. എന്തായാലും പ്രശ്നമില്ല. ജനദ്രോഹപരമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇനിയും പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് പറയുകയാണ് കർഷകർ. വീഡിയോ ജേർണലിസ്റ്റ് നന്ദു പേരാമ്പ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ YS അഭിനന്ദ്, ഇൻ റിപ്പോർട്ടർ, ദില്ലി.